ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആ സമയത്ത് ഇന്ത്യ പറഞ്ഞിരുന്നു സിന്ധു നദീ ജലം പാകിസ്ഥാന് വിട്ടുകൊടുക്കുന്നത് തടയുമെന്ന് പറഞ്ഞിരുന്നു. അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം അങ്ങനെയാണെങ്കിൽ അത് യുദ്ധമായി കരുതും എന്നാണ് അവർ പറഞ്ഞത്. ഇന്ത്യയും പാകിസ്ഥാനുമുള്ള യുദ്ധമായി കരുതും വെള്ളം തടഞ്ഞാൽ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കിട്ടുന്ന പുതിയ വാർത്ത, ഈ സിന്ധു നദീ ജലം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പല സ്ഥലങ്ങളിലും ഇന്ത്യ ഡാമുകൾ പണിഞ്ഞ് പൂർത്തിയാക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ പുതുതായി വരുന്ന വാർത്തകൾ പ്രകാരം സിന്ധു നദി, അതായത് ഒരു ഇൻഡസ് വാട്ടർ സിസ്റ്റം എന്നാണ് അതിൽ പറയുന്നത്. സിന്ധു നദിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പോഷക നദികളും, ആ നദികൾക്കൊക്കെ കുറുകെ 4 ജലവൈദ്യുത പദ്ധതികൾ ഇന്ത്യ പണിതീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ജലവൈദ്യുത പദ്ധതിയായ ഷാപൂർ കാൻഡി ഡാം, ആ ഡാം ഈ വരുന്ന മാർച്ച് 31 പണി പൂർത്തിയാക്കുമെന്ന് ജമ്മു കാശ്മീർ വൈദ്യുതി വകുപ്പ് മന്ത്രി ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അറിയിച്ചു. അപ്പൊ യഥാർത്ഥത്തില് ഇത് രവി നദിക്ക് കുറുകെയാണ്. രവി നദി സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ്. അപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു അറിവിലേക്കായിട്ട് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ എങ്ങനെയാണ് പ്രാഥമികമായിട്ട് ഈ ജലം വീതം വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ പറയും. എന്നിട്ട് ഞാൻ ഈ ഡാമുകളുടെ കാര്യം ഞാൻ പറയാം. അപ്പോൾ വീതം വെക്കുന്ന ഈ 6 നദികളാണ് ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്, ഈ നെറ്റ്വർക്കിൽ. അതായത് സിന്ധു എന്ന മുഖ്യ നദിയും അതിൻ്റെ പോഷക നദികളും കൂടെ ചേരുമ്പോൾ മൊത്തം 6 നദികൾ. അതിലെ കിഴക്കൻ നദികൾ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് രവി, ബിയാസ്, സത്ലജ് എന്നിങ്ങനെയുള്ള 3 നദികളാണ്. അപ്പം ഈ ആദ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ ധാരണ പ്രകാരം രവി, ബിയാസ്, സത്ലജിലെ മുഴുവൻ ജലവും ഇന്ത്യക്ക് എടുക്കാം. അതുപോലെ പടിഞ്ഞാറൻ നദികൾ 3 എണ്ണം ഉണ്ട്, അത് പാകിസ്ഥാനാണ്. അത് ജലം, ചെനാബ്, ഇൻഡസ്, ഇതാണ് ഈ 3 പടിഞ്ഞാറൻ നദികൾ. അപ്പോൾ ഇരു രാജ്യങ്ങൾക്കും 3 വീതം നദികൾ, അങ്ങനെയാണ് കരാറ്. പക്ഷേ ഈ എല്ലാ നദികളുടെയും ക്യാച്ച്മെന്റ് ഏരിയ മിക്കവാറും ഇന്ത്യയിൽ തന്നെയാണ്. ഈ ഇൻഡസിന്റെ ചില ക്യാച്ച്മെന്റ് ഏരിയ ടിബറ്റിലുണ്ട്, അത് ചൈനയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷെ എങ്കിലും നദിയിലേക്ക് കൂടുതൽ ജലം വന്നു ചേരുന്നത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ക്യാച്ച്മെന്റ് ഏരിയയിൽ നിന്നാണ്. അപ്പോ ഇതാണ് അതിന്റെ സ്ഥിതി. പക്ഷെ അങ്ങനെ ഇരിക്കലും ഈ രവി നദിയുടെ വെള്ളം പലപ്പോഴും പൂർണ്ണമായിട്ട് ഇന്ത്യ എടുത്തിരുന്നില്ല. ഈ നദിയുടെ വെള്ളം കുറച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ ഇന്ത്യ കരാർ പ്രകാരം ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെട്ടതാണെങ്കിലും പാകിസ്ഥാന്റെ ജലദൗർലഭ്യവും ഒക്കെ പരിഗണിച്ചിട്ട് ഇന്ത്യ കാണിച്ച ഒരു മഹാമനസ്കതയായിരുന്നു. പക്ഷെ ഇപ്പോഴത് ഞാൻ ഈ പറഞ്ഞ ഷാപൂർ കാൻഡി അണക്കെട്ട് നിർമ്മാണത്തോടുകൂടി അത് പൂർണ്ണമായിട്ടും നിലയ്ക്കുകയാണ്. ഇനി ഒരു തുള്ളി വെള്ളം പോലും രവി നദിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകില്ല. ആ ശേഖരിക്കുന്ന ജലം ജമ്മു കാശ്മീരിലെ 2 ജില്ലകളിലും അതുപോലെ പഞ്ചാബിലെ ഏതാണ്ട് 1.5 ലക്ഷം ഹെക്ടറോളം വരുന്ന പ്രദേശത്തും ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കും. ഇതാണ് ഇപ്പോൾ ഏറ്റവും വേഗമായി ഞാൻ പറഞ്ഞ 4 പ്രോജക്റ്റുകളിൽ ആദ്യത്തെ പ്രോജക്റ്റ്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ചെനാബ് നദിക്ക് കുറുകെ ഇന്ത്യ ഒരു ജലവൈദ്യുത പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ചെനാബ് നദി യഥാർത്ഥത്തിൽ പഴയ ധാരണ അനുസരിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകേണ്ട നദിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യ അവിടെ ഈ ജലവൈദ്യുത പദ്ധതി പ്രഖ്യാപിച്ചു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. കാരണം അത് പഴയ ധാരണ അനുസരിച്ച് പാകിസ്ഥാന് കൊടുക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം വന്നേക്കാം. ഇവിടെ അതിന് ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് വളരെ കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇന്ത്യയിൽ നിന്നും ജലം പാകിസ്ഥാന് കൊടുക്കുകയും പകരം ഇന്ത്യക്കാരുടെ രക്തവും കൂടി പാകിസ്ഥാൻ എടുക്കുകയും ചെയ്യുന്ന രണ്ടും ഒരുമിച്ചുള്ള ഒരു സമീപനം ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ഇന്ത്യയിൽ നിന്ന് ജലം കിട്ടണമെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തിയതായിട്ട് ഇന്ത്യക്ക് ബോധ്യപ്പെടണം. പാകിസ്ഥാന്റെ ഭൂമി ഇന്ത്യ വിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ ഇന്ത്യ സമ്മതിക്കില്ല. അപ്പോ ഈ
തീവ്രവാദ ക്യാമ്പുകൾ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുകയും തീവ്രവാദത്തിന് പാകിസ്ഥാൻ സർക്കാർ കൊടുക്കുന്ന സാമ്പത്തിക സഹായവും ധാർമ്മിക പിന്തുണയും എല്ലാം നിർത്തിയതിനു ശേഷം മാത്രമേ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഇന്ത്യ നടപ്പാക്കാൻ തയ്യാറുള്ളൂ എന്ന സമീപനമാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ആ സമീപനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, അതിൻ്റെ ഒരു പരിണത ഫലമാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകേണ്ട ചെനാബ് നദി, അതിന് കുറുകെ ഇന്ത്യ ഒരു ജലവൈദ്യുത പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഇത് വലിയ രീതിയിലൊന്നും വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞ് ഇല്ലാതാക്കുകയൊന്നുമില്ല. ഇതിന് പറയുന്നത് റൺ ഓഫ് ദ റിവർ ഹൈഡൽ പ്രോജക്റ്റ് എന്ന് പറയും. അതായത് ഈ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്താതെ തന്നെ ഈ ഒഴുക്കിൻ്റെ ശക്തി ഒന്ന് കുറയ്ക്കും, പലയിടത്തും തടയണകൾ സൃഷ്ടിക്കും. അപ്പോൾ വെള്ളം ഒഴുക്ക് നിർത്തുന്നില്ല, പക്ഷെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കുറയും. ശക്തി കുറയുമ്പോൾ അത് എങ്ങനെ കുറയുന്നു? നമ്മൾ ഈ തടയണ സൃഷ്ടിക്കുന്നു. ഈ തടയണകളുടെ താഴെയൊക്കെ തന്നെ നമ്മൾ ഈ ഹൈഡ്രോ ഇലക്ട്രിക്, അതായത് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നു. അങ്ങനെ അവ കറങ്ങുന്നതോടുകൂടി നമ്മൾക്ക് വൈദ്യുതി ഉൽപ്പാദനം നടക്കും. പക്ഷേ പാകിസ്ഥാന് വെള്ളം കിട്ടും. വെള്ളത്തിൽ ചെറിയ കുറവൊക്കെ വന്നേക്കാം, പക്ഷേ എങ്കിലും വലിയ കാര്യമായിട്ടുള്ള കുറവൊന്നും സംഭവിക്കില്ല. പാകിസ്ഥാൻ ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഈ പദ്ധതി നടപ്പാക്കുന്ന തടയണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ അന്താരാഷ്ട്ര കോടതികളിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. പക്ഷേ ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ ഈ കോടതി വിധി, ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടലിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ അന്താരാഷ്ട്ര കോടതികളിൽ പലതും ഏകപക്ഷീയമായിട്ട് പോയിട്ട് കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുപോലെ കോടതികൾക്ക് പുറത്ത് ലോകബാങ്ക് ആയിരുന്നു ഇത്രയും നാള് ഇതിൻ്റെ ഒരു ആർബിട്രേഷൻ നടത്തിയിരുന്നു. ഈ ആർബിട്രേഷൻ ഇപ്പോൾ ഇന്ത്യ പങ്കെടുക്കുന്നില്ല. ഇന്ത്യ പറഞ്ഞു, പിന്നെ ഭീകര പ്രവർത്തനത്തിന് സഹായം നിർത്തിയാൽ മാത്രമേ ഇനി ഇന്ത്യ പാകിസ്ഥാൻ കരാറുകൾ പ്രവർത്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക, കരുത്തുണ്ടെങ്കിൽ പിടിച്ചെടുക്കുക, നമുക്ക് യുദ്ധം ചെയ്യാം, വിരോധമില്ല. പക്ഷേ ഈ ചില വസ്തുതകൾ വരുമ്പോൾ നിയമം പാലിക്കണമെന്നും മറ്റു ചിലയിടത്ത് നിയമം വേണ്ട എന്നും, അതായത് എല്ലാ ദിവസവും പാകിസ്ഥാനിൽ നിന്ന് ഇവിടേക്ക് ഡ്രോൺ വഴി മയക്കുമരുന്ന് വരുന്നു, അതുപോലെ തന്നെ ആയുധ കള്ളക്കടത്ത് നടക്കുന്നു, അല്ലെങ്കിൽ തീവ്രവാദികളെ നുഴഞ്ഞുകയറ്റക്കാരെ ഇങ്ങോട്ട് വിടുന്നു, അത് നടക്കുകയും, പക്ഷെ വെള്ളത്തിൻ്റെ കാര്യം വരുമ്പോഴും മറ്റ് പിന്നെ വിഷയങ്ങളിലുമൊക്കെ നിയമം അനുസരിച്ച് കാര്യം പോകണമെന്ന് പറയുകയും ചെയ്യുന്ന രണ്ടും കൂടി നടക്കില്ല. ഇതിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് മാത്രമായിട്ട് നിയമം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉള്ള ഒരു താവളമല്ല പാകിസ്ഥാൻ എന്ന് അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ എത്തുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് പിടിച്ചെടുക്കുക. അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടൻ തന്നെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു, ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനിലേക്കുള്ള നദികളിലെ ജലപ്രവാഹം തടസ്സപ്പെടുത്തിയാൽ അത് യുദ്ധപ്രഖ്യാപനമായിട്ട് കരുതും എന്ന്. പക്ഷെ പാകിസ്ഥാന് തൽക്കാലം ഏതായാലും യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നും പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തിന് പ്രവേശിക്കാൻ പലയിടത്തും വലിയ ബുദ്ധിമുട്ടാണ്. 7 പാകിസ്ഥാൻ സൈനികരെ ബലൂചിസ്ഥാൻ സൈന്യ ലിബറേഷൻ ആർമി BLA എന്ന് പറയുന്ന അവിടുത്തെ ഒരു പിന്നെ പ്രാദേശികമായ ഒരു ഗ്രൂപ്പ് അവരെ തടവിലാക്കിയിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ചർച്ചയ്ക്ക് വരിക ഞങ്ങളുമായിട്ട്, ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ തടവിൽ വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്യുക, ഞങ്ങൾ നിങ്ങളുടെ സൈനികരെ തിരിച്ചും തരാം എന്നുള്ള സമീപനമാണ് അവര്. അപ്പൊ അവരെ പോലും തിരികെ എടുക്കാൻ പറ്റാത്ത പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഈ പിന്നെ അണക്കെട്ട് നിർമ്മാണം നിർത്തിവെപ്പിക്കാനുള്ള ഒരു ബലപ്രയോഗം നടത്തുക എന്നുള്ളത് പാകിസ്ഥാന് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് അതുകൊണ്ട് തന്നെയാണല്ലോ കോടതികളിലേക്ക് പോയിരിക്കുന്നത്. ഇന്റർനാഷണൽ കോർട്ട് ഹെയ്ഗിലുള്ള കോർട്ടിലേക്ക് പോയിരിക്കുന്നത് യുദ്ധം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അതിനുള്ള ശേഷിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പോവില്ലല്ലോ. യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള ആരും ഇപ്പൊ അമേരിക്ക ഒരിക്കലും അന്താരാഷ്ട്ര കോടതികളിൽ പോയിട്ട് ഒരിക്കലും അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി അന്താരാഷ്ട്ര കോടതിയിൽ പോകാറില്ല. നേരെ അമേരിക്കയുടെ മിലിറ്ററി അവിടെ ചെന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്തി പോരുക ചെയ്യുന്നത്. അപ്പോ ഇത് വരും ദിവസങ്ങളിൽ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വലിയ പ്രതിസന്ധി
പാകിസ്ഥാൻ മഴ വളരെ കുറവുള്ള ഒരു രാജ്യമാണ്. ഉം. പാകിസ്ഥാന്റെ കൃഷിയുടെ 80% സിന്ധു നദിയുടെയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അതിന്റെ നെറ്റ്വർക്കുകൾ, ഉം. അതായത് രവി, ബിയാസ്, സത്ലജ് അങ്ങനെ ഉം. പോഷക നദികളുടെയോ ജലത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഈ 80%-ഓളം കൃഷി ഒരു പ്രത്യേക നദീ സിസ്റ്റത്തിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരവസ്ഥ പാകിസ്ഥാൻ എന്നല്ല ഏത് രാജ്യത്തിനും അത് അപകടകരമാണ്. ഇപ്പൊ നാളെ ഇന്ത്യ വെള്ളം വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞാലും സ്വാഭാവിക പ്രകൃതിയുടെ കാരണങ്ങളാൽ തന്നെ ഹിമാലയത്തിൽ നിന്നുള്ള ഒഴുക്ക് കുറയുകയോ അവിടുത്തെ മഞ്ഞുരുകൽ കാരണം അവിടെ ജലദൗർലഭ്യം ഉണ്ടാവുകയോ ചെയ്താൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഈ ഒരു സ്ഥിതിവിശേഷം പാകിസ്ഥാന് ഒരു വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചു, സിന്ധു നദി പാകിസ്ഥാനിലൂടെ ആണ് അറേബ്യൻ കടലിൽ ചെന്ന് പതിക്കുന്നത്. അപ്പോ ഈ നദിയുടെ ഏതാണ്ട് 9 കിലോമീറ്റർ മുകളിലേക്ക് 9-10 കിലോമീറ്ററോളം ഉപ്പുരസം വന്നു തുടങ്ങിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നദിയിൽ നിന്ന് കടലിലേക്കുള്ള ഒഴുക്ക് കുറയുമ്പോൾ കടലിൽ നിന്ന് വെള്ളം മുകളിലേക്ക് തിരിച്ചു കയറും. അങ്ങനെ കയറാൻ തുടങ്ങിയിരിക്കുകയാണ് അവിടെ. അപ്പോ ഇത് അവിടുത്തെ നെൽകൃഷിയെ ബാധിച്ചു. പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷിയൊക്കെ ഉള്ളത്. ഈ സിന്ധു പ്രവിശ്യയിലൂടെയാണ് ഈ സിന്ധു നദി ഒഴുകി ഈ കടലിൽ പോയി ചേരുന്നത്. അപ്പോ അവിടെയൊക്കെ തന്നെ വലിയ ജലക്ഷാമം, ഭക്ഷ്യക്ഷാമം ഇത് രണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് അഭികാമ്യമായിട്ടുള്ളത് ഇന്ത്യയുമായിട്ട് ചർച്ചകൾ പുനഃസ്ഥാപിക്കുകയും പാകിസ്ഥാനിലുള്ള ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധ തീവ്രവാദ സംഘങ്ങളെ അവര് തൽക്കാലം അവരങ്ങ് പിരിച്ചുവിടുന്നതാണ് അവർക്ക് നല്ലത്. കാരണം അത് ഒന്നുകിൽ ഇപ്പം എനിക്കൊരാളെ തല്ലണമെങ്കിൽ ഒന്നുകിൽ എനിക്ക് അയാളെക്കാൾ ആരോഗ്യം വേണം, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ശേഷി വേണം. ഇല്ലെങ്കിൽ ഞാൻ അയാളുമായിട്ട് സൗഹൃദത്തിൽ പോകുന്ന അല്ലേ നല്ലത്. എനിക്കിത് രണ്ടും ഇല്ലെങ്കിൽ ഒന്നുകിൽ എനിക്ക് തല്ലി തോപ്പിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് കേസ് കൊടുത്തോ മറ്റു രീതിയിലോ ഒക്കെ എനിക്ക് ആളെ നിയന്ത്രിക്കാൻ പറ്റണം. എനിക്ക് രണ്ടും സാധ്യതയില്ലെങ്കിൽ ഞാൻ പിന്നെ അയാളുമായിട്ടൊരു ഒരു രഞ്ജിപ്പിലെത്തുകയാണ് അതിൻ്റെ സ്വാഭാവിക പ്രക്രിയ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. യുദ്ധം എന്നത് പാകിസ്ഥാന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. വളരെ കുറച്ച് വിദേശ നാണ്യ ശേഖരമുള്ള പാകിസ്ഥാനെ പോലുള്ള രാജ്യത്ത് എല്ലാ ആയുധങ്ങളും പുറത്തുനിന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ളപ്പോൾ അണുവായുധങ്ങൾ പ്രയോഗിക്കും എന്ന ഒരു ഭീഷണി കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ നിർത്തുമെന്ന്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഈ പുതിയ അണക്കെട്ടുകൾ ഓരോന്നായി പണിതീരുന്ന ഒരു സ്ഥിതിയാണ്. അത് അവയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിലേക്ക് ഇന്ത്യ വലിയ ഇതിനകത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേകത, മുൻപ് ഇത് ജമ്മു ആൻഡ് കാശ്മീർ സർക്കാരും പഞ്ചാബ് സർക്കാരും സംസ്ഥാനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നടത്തിയിരുന്നത്. ഇപ്പോ ഈ പദ്ധതികളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. അങ്ങനെ ഫണ്ടിന്റെ അഭാവം ഇല്ലാതായി. കേന്ദ്ര സർക്കാർ ഇതിന് എത്ര ഫണ്ട് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയതോടുകൂടി ഈ പദ്ധതികളുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ശരി, ഇന്ത്യയുടെ ഒരു പ്രഖ്യാപനം 27-28, അതായത് അടുത്ത വർഷവും അതിനടുത്ത വർഷവും കൊണ്ട് ഈ 4 പദ്ധതികളും പൂർത്തിയാകുമെന്നാണ്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ജലദൗർലഭ്യത്തിന്റെ നാളുകളായിരിക്കും എന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചന. അതായത് ഇന്ത്യ ഇന്ത്യ ചെയ്യുന്നത് അവിടെ വറുതിയിലാക്കുക, അവിടെ ജനങ്ങൾക്കിടയിൽ വലിയ അസ്വസ്ഥരാക്കുക, ആ രൂപത്തിൽ പാകിസ്ഥാനിൽ ഭയങ്കര സമ്മർദ്ദമുണ്ടാക്കുക, ഭരണകൂടത്തിനെതിരെ സമ്മർദ്ദമുണ്ടാക്കുക. കാരണം വെള്ളം കിട്ടാതെ വരുമ്പോൾ കൃഷി ചെയ്യാൻ പറ്റാതെ വരും, വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, അവിടെ ആശ്രയിക്കുന്ന വെള്ളം കിട്ടാതെ വരുമ്പോൾ വലിയ ഇഷ്യൂസ് അവിടെ ഉണ്ടാക്കിയെടുക്കും. എങ്ങനെയാണോ അമേരിക്ക ഇറാനിൽ ഉള്ളിൽ പ്രശ്നമുണ്ടാക്കുന്നത്, അതുപോലെയുള്ള ഒരു സമീപനമല്ലേ ശരിക്കും ഇന്ത്യ ചെയ്യുന്നത് ഇപ്പം? ആണെന്ന് തന്നെയാണ് പാകിസ്ഥാൻ അഭിപ്രായപ്പെടുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ജലം ഇതൊരു 5th ജനറേഷൻ വാർഫെയർ ആണെന്നാണ്. അതാണ് പാകിസ്ഥാൻ ഇതിന് ഇട്ട പേര്. ആ 5th ജനറേഷൻ വാർഫെയറിൽ വെള്ളത്തെ ആയുധമാക്കിയിരിക്കുകയാണ്. ജലത്തെ വെപ്പണൈസിങ് വാട്ടർ എന്നാണ് അവര് ഇതിനെ ആക്ഷേപിച്ചിരിക്കുന്നത്. അങ്ങനെ ജലം ആയുധമാക്കിയിട്ടുള്ള ഒരു യുദ്ധമാണെന്നാണ് അവർ പറയുന്നത്. ചോദിച്ചോളൂ. അത്തരം സന്ദർഭത്തിൽ അവരൊരു പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ അവർ പറഞ്ഞെന്താണ്, ഇതൊരു വാറായി കാണും, ഞങ്ങൾ അത്തരം ഡാമുകൾ ബോംബിട്ട് തകർക്കുമെന്നും കൂടി അവർ പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ?
അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്തെന്നാൽ ഇതിലൊരു വിഷയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് ഈ ന്യൂക്ലിയർ ബോംബ് ഉള്ളത് കൊണ്ട് കാര്യമില്ല. അതിന്റെ ഡെലിവറി സിസ്റ്റംസ് ഇവിടെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇപ്പം എന്തൊക്കെയാണ് അതിന് വേണ്ടത്? ഒന്നുകിൽ നിങ്ങളുടെ കൈവശം അത്യന്താധുനികമായ ബാലിസ്റ്റിക് മിസൈലുകൾ വേണം. അതല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം സൂപ്പർസോണിക്കോ ഹൈപ്പർസോണിക്കോ മിസൈലുകൾ വേണം. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉള്ള ഒരു രാജ്യമാണ്. അത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ വ്യക്തമാക്കി. കാരണം പാകിസ്ഥാന്റെ ആയുധങ്ങൾ ഇന്ത്യയിൽ പതിച്ച് ഇന്ത്യയുടെ എയർഫീൽഡുകൾ ഒന്നും തകർന്നിട്ടില്ല. പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ആദ്യം അവകാശവാദം ഉന്നയിച്ചെങ്കിലും അതിന്റെ പ്രൂഫ് ഒന്നും അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ അമൃത്സർ എയർപോർട്ടോ ജമ്മു എയർപോർട്ടോ ഒന്നും തന്നെ തകർന്നു പോയിട്ടില്ല. പക്ഷെ പാകിസ്ഥാന്റെ നിരവധി എയർപോർട്ടുകൾ ഇപ്പോഴും തകർന്നു കിടക്കുകയാണ്. ഇപ്പോഴും അവിടെ ഇതൊക്കെ സാറ്റലൈറ്റ് ഫോട്ടോ വഴി ഏറ്റവും ഒടുവിൽ ഒരു സ്വിസ് തിങ്ക് ടാങ്ക് ആണ്, സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള തിങ്ക് ടാങ്ക് ആണ് ഈ എയർ ബാറ്റിലിനെ കുറിച്ച് വളരെ കൃത്യമായ പഠനം പുറത്തുവിട്ടത്. അപ്പൊ അവർ പറഞ്ഞു ഇന്ത്യക്ക് കംപ്ലീറ്റ് എയർ സുപ്പീരിയോറിറ്റി ആയിരുന്നു. ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ അറച്ചു നിന്നത്. പിന്നീട് ഇന്ത്യ പരിപൂർണമായ എയർ സുപ്പീരിയോറിറ്റി നേടിയെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പം ബ്രഹ്മോസ് പോലൊരു മിസൈൽ പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച LRSH-AM, അതായത് ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ, അതുപോലെയൊക്കെയുള്ള മിസൈലുകൾ പാകിസ്ഥാന്റെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഭയക്കേണ്ടിയിരിക്കും. കാരണം ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അണുവായുധം വഹിക്കുന്ന അന്തർവാഹിനികളുണ്ട്. K4, K5 എന്നൊക്കെ പറയുന്ന മിസൈലുകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ അരിഹന്ത്, അരിഘാത്, ഈ രണ്ട് അന്തർവാഹിനികളിലും ഏതാണ്ട് 3500 കിലോമീറ്റർ ദൂരെ നിന്നുകൊണ്ട് പാകിസ്ഥാന് നേരെ തൊടുക്കാവുന്ന അണുവായുധം വഹിക്കുന്ന മിസൈലുള്ള അന്തർവാഹിനിയാണ്. ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് പറയും. ഒരു രാജ്യത്തിന് അണുബോംബ് ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് അത് പ്രയോഗിക്കണമെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി വേണം. ആ സെക്കൻഡ് സ്ട്രൈക്ക്, അതായത് നമ്മളെ ഒരാൾ ആദ്യം ഇങ്ങോട്ട് ആക്രമിച്ച് അയാൾ ഇവിടെ ഒരു ബോംബ് ഇടുന്നു, തിരിച്ച് നമ്മൾ വേറൊരു ബോംബ് അങ്ങോട്ട് ഇടണം. ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ ബോക്സർമാർ പറയും ഇടി കൊടുക്കുന്നതിലല്ല ഇടി കൊള്ളുന്നതിലാണ് ഒരാളുടെ കരുത്ത്. ആർക്കും ആരെയും ഇടിക്കാം, അതിന് പ്രത്യേകിച്ച് ആരോഗ്യമൊന്നും വേണ്ട. പക്ഷേ എന്നെ ഇപ്പോൾ ഒരാൾ ഇടിക്കുന്നു, ആ ഇടി ഞാൻ കൊണ്ടിട്ട് ഞാൻ അയാളെ തിരിച്ചിടിക്കുന്നു. അവിടെയാണ് ഒരു ബോക്സറുടെ കഴിവ്. എതിരാളി ഒരു ഇടി അവന്റെ തലയിൽ കൊടുത്താലും അത് കൊണ്ടിട്ട് ഒന്നും സംഭവിക്കാതെ നിന്ന് തിരിച്ച് എതിരാളിയുടെ തലയ്ക്ക് ഒരു ഇടി കൊടുക്കുക. ഇതാണ് സെക്കൻഡ് സ്ട്രൈക്ക്. അതായത് ഇന്ത്യയിൽ ഒരു അണുബോംബ് വീണാലും ഇന്ത്യക്ക് തിരിച്ച് 10 അണുബോംബ് ഇടാം. പാകിസ്ഥാൻ ആ ശേഷിയില്ല. അണുവായുധം വഹിക്കുന്ന ഒരു അന്തർവാഹിനിയും പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ അന്തർവാഹിനികളുണ്ട്. SLBM എന്നും അതായത് ഷിപ്പ് ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്ന തരം മിസൈലുകൾ അന്തർവാഹിനിയുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന SSBN എന്ന് പറയുന്നത്. അത് കൈവശമുള്ളത് ചൈന, ഇന്ത്യ, ഫ്രാൻസ്, അമേരിക്ക, റഷ്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ SSBN. അപ്പൊ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയാണ്. പാകിസ്ഥാൻ ഇതൊക്കെ തിരിച്ചറിയാം. അവര് വീരവാദം ഒരു സൈഡിൽ പറയും, പക്ഷെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്കറിയാം. അല്ലെങ്കിൽ എന്നെ അവർ അണുബോംബ് ഇന്ത്യയിൽ ഇട്ടേനെ. അങ്ങനെ പാകിസ്ഥാൻ മടിച്ചിരിക്കുന്ന രാജ്യമൊന്നും അല്ലല്ലോ. എത്തിക്സിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ആക്രമിക്കാതിരിക്കുന്ന രാജ്യമൊന്നും അല്ല. ആണെങ്കിൽ അവർക്ക് പിന്നെ തീവ്രവാദികളെ അവിടെ ഒളിച്ചു താമസിപ്പിക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന പിന്നെ ഇന്ത്യയുടെ പിന്നെ ഡാമുകളെ ആക്രമിച്ച് തകർക്കും എന്നൊക്കെയുള്ള ഭീഷണി ചെയ്യാനായിരുന്നെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടതാണ്. എന്താ ചെയ്യാത്തത്? വീരവാദവും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. വീരവാദം ആർക്കും എപ്പോൾ വേണമെങ്കിലും മുഴക്കാം, പ്രവർത്തിക്കുന്ന അത്ര എളുപ്പമല്ല. ഇപ്പൊ എനിക്കൊരു വേറെ ഒരു ചോദ്യമുള്ളത്, ഈ പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ തന്നെ പല പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്, പിന്നെ അതുപോലെ പാകിസ്ഥാന്റെ മിലിറ്ററി സൈന്യാധിപൻ അസീം മുനിറ, ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പിന്നെ ജലപ്രവാഹം തടഞ്ഞു എന്ന്. പക്ഷേ
എന്തുകൊണ്ടാണ് അവര് യാതൊരു പ്രതിരോധ നടപടികളും സ്വീകരിക്കാതിരുന്നത്? ഇതിപ്പോ അതായത് 7-8 മാസമായില്ലേ? അതായത് പാകിസ്ഥാന്റെ ചിറകൊടിഞ്ഞ് കിടക്കുകയാണ്. അത് അങ്ങ് ചിറക് ഇപ്പം അടുത്ത കാലത്തൊന്നും ശരിയാവും തോന്നുന്നില്ല, അതിനുള്ള സാഹചര്യവും ഇല്ല എന്നാണ് അങ്ങ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ നദികളിൽ സിന്ധു നദീയുടെ പോഷക നദികളിലെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഡാമുകൾ തൊടാൻ പാകിസ്ഥാൻ ധൈര്യപ്പെടില്ല എന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം.